ഓക്കെ, നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ഞാൻ +1 കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, +1 ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയെടുക്കുക. ഇത് എഴുതിയെടുക്കേണ്ടത് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. കോമ്പൗണ്ട്സ്. അപ്പം ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നമുക്ക് പഠിക്കാനുള്ള കുറേ ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കോമ്പൗണ്ട്സ് ആയിരുന്നു ഹൈഡ്രോ കാർബൺസ്. അപ്പം ഹൈഡ്രോ കാർബൺ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോമ്പൗണ്ട് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഒള്ളി. ഇത് എഴുതിയെടുക്കണേ, ഒരു ഇൻട്രൊഡക്ഷൻ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പം ഈ കോമ്പൗണ്ടിനെ പറ്റി നമുക്ക് ഈ വർഷം പഠിക്കാനില്ല. കാരണം നമ്മളിത് ഓൾറെഡി ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ +1 രണ്ടാമത്തെ ഓർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് ആൽക്കെയിൻസ്, ആൽക്കൈൻസ് അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനും അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി എല്ലാം നമ്മൾ പഠിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കാനില്ല. പക്ഷേ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചിലർ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഹൈഡ്രോ കാർബണും രണ്ടും കൂടെ ഒരുപോലെ എടുക്കും. ശരിക്കും ഹൈഡ്രോ കാർബണും ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയും. ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഒരു വിഭാഗം കോമ്പൗണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഹൈഡ്രോ കാർബൺ. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം കോമ്പൗണ്ടാണ് ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ടൈപ്പ് കോമ്പൗണ്ടാണ് ഹാലോ അരീൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു കോമ്പൗണ്ടാണ് ആൽക്കഹോൾസ് എന്ന് പറയുന്നു. അഞ്ചാമത്തെ ടൈപ്പ് കോമ്പൗണ്ടാണ് ഫീനോൾസ് എന്ന് പറയുന്നു. ആറാമത്തെ ഒരു ടൈപ്പ് കോമ്പൗണ്ടാണ് നമുക്ക് കീറ്റോൺസ് ഈതേഴ്സ് എന്ന് പറയുന്നു. ഏഴാമത്തെ ഒരു വിഭാഗം കോമ്പൗണ്ടിനെയാണ് നമ്മൾ ആൽഡിഹൈഡ്സ് എന്ന് പറയുന്നു. എട്ടാമത്തെ ടൈപ്പ് കോമ്പൗണ്ടിനെ നമ്മൾക്ക് കീറ്റോൺസ് എന്ന് പറയാം. ഒൻപതാമത്തെ ടൈപ്പ് കോമ്പൗണ്ടിനെ നമുക്ക് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയാം. പത്താമത്തെ ടൈപ്പ് കോമ്പൗണ്ടിനെ നമുക്ക് അമീൻസ് എന്ന് പറയാം. അപ്പോൾ ജനറലി ഇത്രയല്ല കേട്ടോ, കുറേ കോമ്പൗണ്ടുകൾ പഠിക്കാനുണ്ട്. നമുക്ക് ഈ +2 പഠിക്കാനുള്ളത് ഇത്ര ആൾക്കാരെ പറ്റിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഓരോ ടൈപ്പ് ആണെന്നുള്ള കാര്യം പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കും. അതിൽ ആദ്യത്തെ 2 ചാപ്റ്ററിനകത്ത് ഇവരെ രണ്ടുപേരെ, ആദ്യത്തെ ഒരു ചാപ്റ്ററിനകത്ത് ഇവരെ പറ്റിയും, രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ഇവരെ 3 പേരെ പറ്റിയും, മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് മൂന്നാമത്തെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററിനകത്ത് ഇവരെ ഇത്രയും പറ്റിയും, നാലാമത്തെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററിനകത്ത് ഈ ആളിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഒരു ചാപ്റ്റർ ഉണ്ട് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പൗണ്ട് വിഭാഗമല്ല, അത് ജസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ്, പക്ഷെ വേറൊരു രീതിയിലാണ് അത് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഈ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷനും കൂടെ +1. ഇത് +1 ഞാൻ ഈ സെയിം ലെക്ചർ എടുത്ത് തന്നെയാണ്. +2 വരുന്ന സമയത്തും നമുക്കിതിൻ്റെ ബേസിക്സ് പറയേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, അതും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട് പേജ് വരച്ചിട്ടു. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നോക്കിക്കോളൂ. നമ്മൾ അലിഫാറ്റിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് എന്നും, ക്ലോസ്ഡ് ഓർ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ജനറൽ ഡിവിഷൻ നമുക്ക് നടത്താം. ഓക്കെ, ഇനി ഈ അലിഫാറ്റിക്കിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്നും പറഞ്ഞ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ സാച്ചുറേറ്റഡിനകത്ത് പെടുന്ന ആളാണ് ആൽക്കെയിൻസ് എന്ന് പറയുന്ന ആള്. അൺസാച്ചുറേറ്റഡിനകത്ത് 2 ആൾക്കാർ പെടുന്നുണ്ട്, ഒന്ന് ആൽക്കീൻസും ആൽക്കൈൻസും. അപ്പം ഈ ആൽക്കെയിൻസിൻ്റെ പ്രത്യേകത അവർക്ക് സിംഗിൾ ബോണ്ട് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ആൽക്കീൻസിൻ്റെ പ്രത്യേകത ഡബിൾ ബോണ്ടാന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ ആൽക്കൈൻസിൻ്റെ പ്രത്യേകത ട്രിപ്പിൾ ബോണ്ടാന്നുള്ള കാര്യം ആലോചിക്കുക. അതേപോലെ തന്നെ ക്ലോസ്ഡിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഹോമോസൈക്ലിക്കും 2
ഹെറ്ററോസൈക്ലിക്. ഹോമോസൈക്ലിക്കിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അലിസൈക്ലിക്കും അരോമാറ്റിക്കും എന്ന് രണ്ടായിട്ട് തിരിക്കാം. ഈ അലിസൈക്ലിക് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? അലിസൈക്ലിക് എന്ന് പറയുന്നതിനകത്താണ് നമ്മൾ സൈക്ലോ ഗ്രൂപ്പിനെ പറ്റി പഠിച്ചത്. അതായത് സൈക്ലോ ബ്യൂട്ടൈന്, സൈക്ലോ പ്രൊപ്പൈന്, സൈക്ലോ പെൻറ്റൈന്, ഇതൊക്കെ നമ്മൾ എന്താണ് ഇതിനകത്താണ് ഈ അലിസൈക്ലിക് കോമ്പൗണ്ടിൻ്റെ കൺസെപ്റ്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെയൊക്കെ പഠിക്കേണ്ടത്. ഓക്കെ. അരോമാറ്റിക് എന്ന് പറയുമ്പോൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഒന്ന് ബെൻസീനോയിഡ് കോമ്പൗണ്ടും നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ടും. ഈ ബെൻസീൻ ഗുണോയിഡ് കോമ്പൗണ്ടിനകത്താണ് നമ്മൾ ബെൻസീൻ റിങ്ങും അതേപോലെ തന്നെ ടൊളുവിനും ഈ CH3 അതേപോലെ തന്നെ അനിലിനും അങ്ങനെ അരോമാറ്റിക് ആയിട്ടുള്ള എല്ലാവരെ പറ്റി നമുക്ക് പഠിക്കണം. ഇപ്പോൾ ഹാലോ അരീൻസ് അത് ഈ ബെൻസീനോയിഡ് കോമ്പൗണ്ട്. അതേപോലെ തന്നെ ബെൻസാൽഡിഹൈഡ്, ബെൻസോയിക് ആസിഡ്, അതേപോലെ തന്നെ ഫീനോൾസ്, ഇതെല്ലാം ഈ ബെൻസീനോയിഡ് കോമ്പൗണ്ടിനകത്താണ് പഠിക്കേണ്ടത്. നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, പഠിക്കാനില്ല. ഓക്കെ, അത് പഠിക്കാനില്ല. ഇനി ഹെറ്ററോസൈക്ലിക്ക് നമുക്ക് പഠിക്കാനില്ലാത്തതാണ്, പക്ഷേ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഡിവിഷൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ജനറലി നമുക്കിപ്പോൾ ഒരു ബെൻസീൻ റിംഗ് വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ എല്ലാ ജോയിൻറ്റിലും സെയിം കാർബൺ ആറ്റം തന്നെയാണ്. എന്നാൽ ഹെറ്ററോ മീൻസ് ഡിഫറൻറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ആ ചെയിനിൽ ഡിഫറൻറ്റ് ഗ്രൂപ്പാണെന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ വന്നു അതുകൊണ്ട് ഇവിടെ ഓക്സിജൻ, ബാക്കിയുള്ളിടത്ത് ഇവിടെ എല്ലാം കാർബൺ ആണ്, ഇവിടെ മാത്രം ഓക്സിജൻ വന്നു. അതുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ ഫ്യൂരാൻ മോളിക്കൂൾ എന്നായിരിക്കും പറയാം, ഫ്യൂരാൻ മോളിക്കൂൾ. അങ്ങനെ പൈരിഡിൻ ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാർ. അപ്പോൾ അതായത് നമ്മുടെ പെൻഡോസ് ഉണ്ട്. പെൻഡോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കും, മറ്റേ ഇതിനകത്ത് പഠിക്കും, ബയോമോളിക്യൂൾസിനകത്ത് പഠിക്കും പെൻഡോസ് ഷുഗർ. ഓൾറെഡി നമ്മൾ ബയോളജിക്കകത്ത് DNA-ക്കകത്തൊക്കെ നമ്മൾ പഠിച്ചതാണ് പെൻഡോസ് ഷുഗർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് പെൻഡോസ്. ഓക്കെ, അപ്പോൾ പെൻഡോസ്, അപ്പം ഇത് മുകളിൽ താഴോട്ടൊക്കെ ബോണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ ഒരു ഫ്രെയിം മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ സൈക്ലിക് ജോയിൻറ്റിൽ എല്ലാം കാർബണൊന്നുമില്ല, ഡിഫറൻറ്റാണ്. അതുകൊണ്ടാണ് ഹെട്രോസൈക്ലിക് എന്ന് പറയുന്നത്. കണ്ടോ, ഫ്യൂരാൻ മോളിക്കൂള്, അതേപോലെ തന്നെ പൈരിഡീന്, ഇതെല്ലാം ഈ ഹെട്രോസൈക്ലിക്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഇതുണ്ട്. ഈ സൈക്ലിക് കോമ്പൗണ്ടുകളൊക്കെ പലയിടത്തും വരുന്നുണ്ട്. അലിസൈക്ലിക്, സൈക്ലോബ്യൂട്ടൻ, സൈക്ലോപ്രോപ്പൈന്, അരോമാറ്റിക് കോമ്പൗണ്ടുകളെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ആൽക്കൈൻസിനൊക്കെ കഴിഞ്ഞ വർഷം ഓൾറെഡി പഠിച്ചതുകൊണ്ട് അതൊക്കെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് ഇതിപ്പം ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇത് ഓൾറെഡി കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ ലെക്ചറിനകത്തൊക്കെ പറഞ്ഞതുമാണ്, ഇങ്ങനെ ഡിവിഷൻസ് ഒക്കെ പറഞ്ഞു തന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ. അപ്പം ഇത് +1 ഇത്രയും ഉള്ളൂ. ഇനി നമുക്ക് +2ൻ്റെ കൺസെപ്റ്റിലേക്ക് കയറാം. അപ്പം അഭിരാമിന് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, എഴുതിയെടുത്തോ അഭിരാം? ഓക്കെ, അദ്വൈത എഴുതിയെടുത്തോ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്കിപ്പം ശരിക്കും നമ്മൾ ഹാലോ അരീൻസ് എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്താണല്ലോ നമ്മൾ കയറാനായിട്ട് പോകുന്നത്. അപ്പം +2 ഓർഗാനിക് കെമിസ്ട്രിയുടെ ഏത് ചാപ്റ്റർ പഠിക്കണമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിലും അതിനൊരു സ്റ്റഡിയിങ് പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ റിയാക്ഷനെ സ്പോട്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പം അതിൽ ആദ്യത്തേന്ന് പറയുന്നത് ബേസിക്കാണ്. ഒരു കോമ്പൗണ്ട്, ഒരു ചാപ്റ്റർ, ഇപ്പോൾ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകളൊക്കെ ആദ്യം മനസ്സിലാക്കുക. എങ്ങനെയാണ് ആൽക്കൈൻസ് അങ്ങനെ ഉണ്ടാകുന്നത്, എന്ത് മാറ്റമാണ് നോർമൽ അലിഫാറ്റിക്കോ അരോമാറ്റിക്കോ ഇതിൽ നിന്ന് വ്യത്യാസം വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. രണ്ടാമത് നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയും. മൂന്നാമത് അതിൻ്റെ പേരിടിയിൽ കർമ്മമാണ്. അതിന് പേരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നോമൻക്ലേച്ചർ. നാലാമത് നമ്മൾ പറയുന്നത് അതിൻ്റെ അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും. എങ്ങനെ അത് ഉണ്ടാക്കും, പ്രിപ്പറേഷൻ. അപ്പോൾ അതങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ചിലർ ഗ്യാസ് ആയിരിക്കും, സോളിഡ് ആയിരിക്കും, ലിക്വിഡ് ആയിരിക്കും, ചിലതിന് ഡെൻസിറ്റി കുറവായിരിക്കും, ചിലർക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും, മെൽറ്റിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ 5ാമത്തെ ഇതായ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക്. അതാണ്
ഫിസിക്കൽ പ്രോപ്പർട്ടി. അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടി. ആറാമത്തേത് കെമിക്കൽ പ്രോപ്പർട്ടി. ഏഴാമത്തേത് അതിൻ്റെ യൂസസ്. അത് എല്ലാത്തിനകത്തും ഇല്ല, ചിലതിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പം ഇതാണ് സ്റ്റഡിയിങ് പാറ്റേൺ. ഈ പാറ്റേണിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഹാലോ ആൽക്കേനെ പറ്റി പഠിക്കുക. നമുക്കൊരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രൊഡക്റ്റ് സൈഡിലാണ് ഹാലോ ആൽക്കേൻ വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗത്ത് പഠിച്ച റിയാക്ഷൻസ് ഓർത്ത് നോക്കിയാൽ മതി. ഇനി ആ സാധനം തന്നെ റിയാക്റ്റൻ്റ് സൈഡിലാണ് വന്നെങ്കിൽ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. അത് വേറൊരാളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് പഠിച്ച റിയാക്ഷൻസ് ഓർത്ത് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇത് ഏത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ പഠിച്ചാലും ഈ ഒരു പാറ്റേണിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ബേസിക്, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, പ്രിപ്പറേഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി, യൂസസ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ബേസിക്സും ഈ ചാപ്റ്ററിൻ്റെ ബേസിക്സും ക്ലാസിഫിക്കേഷനും മാത്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ട് എഴുതി അതിൻ്റെ ക്ലിയർ ആയിട്ട് നോക്കട്ടെ. നോമൻക്ലേച്ചർ സമയം കിട്ടുമോ എന്നറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് രണ്ടെണ്ണം എടുക്കും. ഇതൊരു വലിയ ചാപ്റ്ററാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ 2 ചാപ്റ്ററുകളിൽ ഒന്ന് ഹാലോ ആൽക്കെയിൻസ് ഹാലോ അരീൻസും, 2 ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാർബോസിലിക് ആസിഡ് ആയിരിക്കും. ഈ ഹാലോ ആൽക്കെയിൻസിനേക്കാളും കുറച്ചുകൂടെ വലിയ ചാപ്റ്ററാണ് ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാർബോസിലിക് ആസിഡ്. ഏകദേശം ഒരുപോലെ ഒരു കൂടിപ്പോയി 5-10 പേജിൻ്റെ നോട്ട്സ് കൂടുതലുണ്ടാവും മറ്റേ ആൽഡിഹൈഡ്സിനകത്ത്. എല്ലാം ഒരുപോലെ തന്നെ. ബാക്കിയുള്ള എല്ലാം ചെറിയ ചാപ്റ്ററുകളാണ്, പെട്ടെന്ന് പഠിക്കാനായിട്ട്. പിന്നെ ഇനോർഗാനിക്കിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി ഒരു വലിയ ചാപ്റ്ററാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് ഒരു വലിയ ചാപ്റ്ററാണ്. ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററുകളും വലിയ കണ്ടന്റ് ഇല്ല, കണ്ടന്റ് കുറവാണ്. പിന്നെ ഉള്ള കണ്ടന്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് കണ്ടന്റാണ് ഇനോർഗാനിക്കിനകത്ത്. ഓക്കെ. അപ്പം ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞു നമ്മൾ +1 ഒരു 30 റിയാക്ഷൻ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരു 300 റിയാക്ഷൻ എടുത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ 52 എണ്ണം നെയിം റിയാക്ഷൻ തന്നെ ഉണ്ട്. ഒരു 50 എണ്ണം കൂട്ടിക്കോ. അപ്പോൾ 50 എണ്ണം ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. അപ്പം അത് ഇപ്പം ഫിസിക്സിനകത്ത് ഞാൻ ഇന്നലെ കുറേ ട്രിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഓർത്ത് വെക്കാൻ ഇത് അങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കുറേ ട്രിക്ക് പറഞ്ഞു തന്നായിരുന്നു. അതേപോലെ തന്നെ കെമിസ്ട്രിക്കകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ട്രിക്ക് വെച്ചാണ് ഈ റിയാക്ഷൻസ് എല്ലാം ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഓർത്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഫിസിക്സ് പോലെ തന്നെ ഫിസിക്സിനകത്ത് ഇപ്പം 1ാമത്തെ ചാപ്റ്ററിനകത്ത് 10 ഡെറിവേഷൻ ഉണ്ട്. 2ാമത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു 12 ഡെറിവേഷൻ. 3ാമത്തെ ചാപ്റ്റർ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു 20 ഡെറിവേഷൻ അടുത്തുണ്ട്. 4ാമത്തെ പിന്നെ റേ ഓപ്റ്റിക്സിനകത്ത് ഒരു 10-20 ഡെറിവേഷൻ ഉണ്ട്. അപ്പം ഈ ഡെറിവേഷൻസ് എല്ലാം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഓരോ ഡെറിവേഷൻ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കേസ് പറഞ്ഞു തന്ന പോലെ തന്നെ ഇവിടെയും നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ട്രിക്ക് വെച്ചിട്ടായിരിക്കും എല്ലാ സാധനങ്ങളും പറഞ്ഞു തരുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത്ര എഴുതിയെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് എഴുതാം ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. അതിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. ബേസിക്സ് പറയുമ്പോൾ ഹാലോ ആൽക്കെയിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഇതൊക്കെ എഴുതിയെടുക്കാനുള്ളതാണ്. ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീപ്ലേസബിൾ ഹൈഡ്രജൻ, ഒരു ആൽക്കെയിൻ്റെ റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റത്തിനെ മാറ്റിയിട്ട് ഇപ്പം ഇങ്ങനെ വരുന്നു. ഇത് ഒരു മീത്തൈനാണെന്ന് നമുക്കറിയാം ഇല്ലേ? ഈ മീത്തൈൻ എന്ത് സംഭവിക്കുന്നറിയോ? ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഒരു ക്ലോറിനോ ബ്രോമിനോ അയഡിനോ, അതായത് ജനറലി ഹാലജൻസിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ അവിടെ Cl വരാം, Br വരാം, അല്ലെങ്കിൽ എന്താണ് Cl Br ഫ്ലൂറിൻ വരാം, അല്ലെങ്കിൽ അയഡിൻ വരാം. മനസ്സിലായോ? ജനറലി എക്സ് എന്ന് പറഞ്ഞായിരിക്കും അവരെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എച്ചിനെ മാറ്റിയിട്ട് അവിടെ എന്ത് വന്നു? രണ്ട് ഇവിടെ എച്ച് കണ്ടോ? ഇതിപ്പം ഹാലോ ആൽക്കെയിനായി. കണ്ടോ? ഇതിപ്പം ഒരു ഹാലോ ആൽക്കെയിനായി. എന്നാൽ ഇവരെ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് എന്ന് നെയിം ചെയ്യാം. ഈ ഒരു ഫോർമാറ്റിൽ ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ നെയിം ചെയ്യാം, ഹാലോ ആൽക്കെയിൻ എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ നെയിം ചെയ്യാം. അതെന്തുകൊണ്ടാണ് 2 നെയിമിംഗ് ഫോർമാറ്റ് വന്നതെന്ന് അറിയാമോ? ഒന്ന്, നമുക്ക് ഒഫീഷ്യൽ നെയിമും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പേരും ഉണ്ടല്ലോ. അപ്പം ഒഫീഷ്യൽ നെയിം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ IUPAC നെയിമാണ്. ഇതൊന്നും എഴുതണ്ട കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഈ ബാക്കിയുള്ള എഴുതാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം എഴുതിയിടുക. ഓക്കെ. IUPAC നെയിമാണ്. IUPAC ആണ് ശരിക്കും എന്ത് കണ്ടുപിടിച്ചാലും അവരാണ് അത് അംഗീകരിക്കേണ്ടത്.
അപ്പോൾ അത് അംഗീകരിച്ചിട്ട് അവരൊരു നെയിം ഇടും ഏത് കോമ്പൗണ്ട് കണ്ടുപിടിച്ചാലും. അപ്പോൾ അതിനൊരു റൂളൊക്കെ ഉണ്ട് എങ്ങനെയാണ് നെയിം. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും പഠിക്കാനും ഓർത്ത് വെക്കാനും പറ്റും. പക്ഷേ അതായത് അതിൻ്റെ കോമൺ നെയിം എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിച്ച ആളിടുന്ന നെയിമാണ്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓർത്ത് വെക്കാനും പറ്റത്തില്ല. നമുക്കറിയത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അഭിരാമിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് എനിക്ക് അറിയത്തില്ല. അതിപ്പോൾ ഒരു വർഷം ഞാൻ അഭിരാമിനെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ആ പേര് അറിയത്തില്ല. കാരണം എന്താ വിളിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ ഒഫീഷ്യൽ നെയിം നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അഭിരാം. അതുകൊണ്ട് അഭിരാം എന്നാണ് എനിക്ക് നമ്മൾ വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കോമൺ നെയിം നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ചില കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം ഇതിൻ്റെ IUPAC നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റിലും അതിൻ്റെ കോമൺ നെയിം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലും ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടിതും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടത്തെ സംബന്ധിച്ച് ഇവനെ നമുക്ക് മീത്തൈൽ ക്ലോറൈഡ് എന്ന് എഴുതാം, മീത്തൈൽ ക്ലോറൈഡ് എന്ന് എഴുതാം, ക്ലോറൈഡ് എന്ന് എഴുതാം, അഥവാ ക്ലോറോമീഥെയ്ൻ എന്ന് എഴുതാം, ക്ലോറോമീഥെയ്ൻ എന്ന് എഴുതാം, ക്ലോറോമീഥെയ്ൻ എന്ന് എഴുതാം. ഇത്തരം കാര്യങ്ങൾ എഴുതണം. ഇത്തരം കാര്യങ്ങൾ അവിടെ എഴുതി നോട്ട് ചെയ്തേക്കണം. അടുത്തത് ഹാലോ അരീൻസിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ നോക്കിയോളൂ. ഹാലോ ആൽക്കെയിൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഹാലോ ആൽക്കെയിൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഹാലോ ആൽക്കെയിൻസ് ആണ്. ഹാലോ ആൽക്കെയിൻസിൻ്റെ ബേസിക്കാണ് പറഞ്ഞതെങ്കിൽ ഇത് നമ്മൾ പറയാൻ പോകുന്നത് ഹാലോ അരീൻ്റെ ബേസിക്കാണ്. ഹാലോ അരീൻ. ഹാലോ അരീൻസ്. അപ്പം ഹാലോ അരീൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ബെൻസീൻ റിംഗ് ആദ്യം തന്നെ ബെൻസീൻ എങ്ങനെയാണെന്നറിയോ ശരിക്കും റിയലി ഇരിക്കുന്നത്? നമ്മൾ അതിൻ്റെ കേക്യുലേ സ്ട്രക്ചർ എന്ന് പറയുന്നൊരു സ്ട്രക്ചറാണ്. ഇത് അതിൻ്റെ കേക്യുലേ സ്ട്രക്ചർ എന്ന് അല്ലെങ്കിൽ റെസണൻസ് സ്ട്രക്ചർ എന്ന് പറയും. ശരിക്കും ബെൻസീൻ ഇരിക്കുന്നത് സി 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 സി. ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഇപ്പോൾ എല്ലാ കാർബണിന് ചുറ്റിനും 3 ബോണ്ടായി. 4 ബോണ്ട് വരണം. അപ്പോൾ ഒരു ബോണ്ട് ഹൈഡ്രജൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. കണ്ടോ, എല്ലായിടത്തും ഹൈഡ്രജനാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറായിട്ട് വരച്ചിരിക്കുകയാണ്. രണ്ട് ഇങ്ങനെ, അതായത് ഒന്നെങ്കിൽ നമുക്ക് രണ്ട് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഈ ബോണ്ട് എവിടെ വേണേൽ വരാം കേട്ടോ, മാറി മാറി വരാം. റെസൊണൻസും കൊണ്ട് ഈ ഡബിൾ ബോണ്ട് ഇവിടെ വരാം, ഈ ഡബിൾ ബോണ്ട് ഇവിടെ വരാം, ഈ ഡബിൾ ബോണ്ട് ഇവിടെ വരാം. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങനെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് 2 ടൈപ്പ് സ്ട്രക്ചർ പോസിബിൾ ആണ്. 2 ഇങ്ങനെയും വരാം, അതേപോലെ തന്നെ 2 ഇങ്ങനെയും വരാം. അപ്പോൾ ഇതിങ്ങനെ ബോണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരും കൂടെ ചേർത്തിട്ടാണ് ശരിക്കും ബെൻസീന് ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നു എന്ന് പറഞ്ഞൊരു സാധനം ഇട്ട്. അത് ബോണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു അർത്ഥം വന്നത്. അതിന് കേക്യുലേ സ്ട്രക്ചർ എന്നായിരിക്കും പറയാം. ഓക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പം ഈ ബെൻസീൻ റിങ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ എല്ലാം ആരുണ്ട്, ഇവിടെ എല്ലാം ഹൈഡ്രജൻ ഉണ്ടെന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ബെൻസീൻ റിങ്ങിൻ്റെ അവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ബെൻസീൻ റിങ്ങിൻ്റെ ഇതൊരു ബെൻസീൻ റിങ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഹാലജൻ വരുവാണെന്ന് വിചാരിച്ചോ. ഇവിടെ ഹാലജൻ വരുവാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഹാലോ അരീൻ. ഹാലോ അരീൻ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എത്ര പഠിപ്പിച്ച കാര്യങ്ങൾ അദ്വൈത, അഭിരാം? ഓക്കെ, ഫൈൻ. ഇനി അപ്പോൾ അതിൻ്റെ ബേസിക്സ് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കയറുവാണ്. ഇത് എഴുതിയിട്ടേക്കണം. ക്ലാസിഫിക്കേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തൊന്നുമില്ല. പക്ഷേ ഓരോ കോമ്പൗണ്ടിനെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും ക്ലാസിഫിക്കേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ എൻ്റെ കൺസെപ്റ്റ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും ടേംസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്താണെന്നറിയാമോ? ബേസ്ഡ് ഓൺ പ്രസൻസ് ഓഫ്
നമ്പർ ഓഫ് ഹാലജൻ ആറ്റം, നമ്പർ ഓഫ് ഹാലോജൻ ആറ്റം. ഹാലജൻ ആറ്റത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഇവരെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് 1 എന്ന് പറയുമ്പോഴത്തേക്കും എ എന്ന് കൊടുക്കാം. എ മോണോ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട്, മോണോ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട്, മോണോ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പം ഒരു മെയിൻ ഹൈഡ്രോ കാർബൺ, അതായത് ഒരു സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഇപ്പം മീതേൻ എടുക്കുകയാണ്. ഈ മീതേൻ്റെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ഹാലജൻ മാത്രമേ വന്നുള്ളെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട് എന്ന് വിളിക്കും. കണ്ടോ, ഇപ്പോൾ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഹാലജൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ വേറെ ഈതേൻ്റെ എടുക്കുകയാണെങ്കിൽ CH3 ആണ് ഈതേൻ. അപ്പോൾ അവരുടെ 6 ഹൈഡ്രജനിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരുന്നു? ക്ലോറിൻ വരുന്നു. എങ്കിൽ അത് എന്താണ്? അതും മോണോ ഹാലോ ആൽക്കെയിൻ. അതേപോലെ തന്നെ ബി ഡൈ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട്, ഡൈ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട്, ഡൈ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട്, ഡൈ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട്. അതെന്താണ്? ഇപ്പം 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഹാലജൻ വരികയാണ്. ഇപ്പം മീതേൻ്റെ കേസിലാണെങ്കിലും 4 ഹൈഡ്രജൻ ഉണ്ട് മൊത്തം. ഈ 4 ഹൈഡ്രജനിൽ 2 എണ്ണത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 2 ഹാലജൻ ആറ്റം വരുവാണെങ്കിൽ അവരെ നമുക്ക് ഡൈ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട് എന്ന് വിളിക്കാം. കണ്ടോ, ഇവിടെ ഒരു Cl വരുന്നു. ഞാൻ Cl എന്നങ്ങ് ജനറലായിട്ട് എടുത്തേ ഉള്ളൂ കേട്ടോ. CLO, BRO, FO, IO ആര് വേണേ വരാം. ഇപ്പം ഈതേൻ്റെ കേസിലാണെങ്കിൽ നോക്കിയോ, ഇതും ഡൈ ഹാലജൻ നോക്കിയോ, ഇത് 6 ഹൈഡ്രജൻ ഉണ്ട്. 6 ഹൈഡ്രജനിൽ 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ 2 ക്ലോറിൻ വന്നു. ഇത് ഡൈ ഹാലോ. ഇത് ഒരു കാർബണിൽ തന്നെ 2 എണ്ണം വരാം, അങ്ങനെ വേണേൽ വരാം. 6 കാർബണെ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്തിട്ട് വേണമെങ്കിൽ കോമ്പൗണ്ട് ഉണ്ടാവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഡൈ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട്. ഇനി മൂന്നാമത്തെ ട്രൈ ഹാലോ വരെ ഞാൻ പറയുന്നുള്ളൂ. സി എന്ന് പറയുമ്പോഴത്തേക്കും ട്രൈ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട്. ട്രൈ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മീതേൻ്റെ 3 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്ലോറിൻ അഥവാ ഹാലജൻ ആറ്റം വരികയാണ്. അത് ഈതേൻ്റെ കേസാണെങ്കിലും ഏതെങ്കിലും ഒരു 3 ഹൈഡ്രജൻ, ഇപ്പോൾ ഇവിടെ ഒരു ക്ലോറിൻ, അതേപോലെ ഇവിടെ ഒരു ക്ലോറിൻ, അതേപോലെ ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഹൈഡ്രജൻ കണ്ടോ, ഇതിപ്പോൾ ട്രൈ ഹാലോ ആൽക്കെയിൻ കോമ്പൗണ്ടാണ്. മനസ്സിലായി? ഇവരെയാണ് നമ്മൾ. അപ്പം ആ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം മാറുന്നതിനനുസരിച്ചാണ് ആ കോമ്പൗണ്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ മാറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതിൻ്റെ ഹെഡിങ് കൊടുത്തത് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ് എന്ന് പറയുന്നത് കൊടുത്തു. ക്ലിയർ ആണോ? അഭിരാം ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ, ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ്ഡ് ഓൺ the presence of sp3 hybridized carbon atom, hybridized ആണ്, hybridized carbon atom on which halogen atom is attached. Halogen atom is attached. ഓക്കെ, അതായത് എന്താണ്? ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളവരെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്താണ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം എന്ന് പറയാം. ഈ കാർബണിൻ്റെ 4 വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് 4 സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് അവരെ എന്തെന്ന് പറയാം? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കാർബണിൻ്റെ ചുറ്റിനും എല്ലാം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഈ കാർബൺ എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതായത് ഈ 4 വാലൻസീസ് ഓഫ് കാർബൺ is satisfied by single bonds.
നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ആ കാർബൺ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൺസെപ്റ്റ് നോക്കി. ഇതിൻ്റെ എ എന്ന് പറഞ്ഞാൽ എന്തറിയോ, അല്ലൈലിക് കോമ്പൗണ്ട് എന്ന് പറയും. അല്ലൈലിക് കോമ്പൗണ്ട് എന്ന് പറയും. അല്ലൈലിക് കോമ്പൗണ്ട് എന്ന് പറയും. അല്ലൈലിക് കോമ്പൗണ്ട്, അതാണ് ഒന്നാമത്തെ അല്ലൈലിക് കോമ്പൗണ്ട്. അല്ലൈലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, അതായത് ഹാലജൻ compounds in which halogen atom attached to sp3 hybridized carbon atom which is bonded to a carbon double bond. Carbon double bond. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. ഞാനത് വരച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Compounds in which halogen atom attached to sp3 hybridized carbon atom which is bonded to a carbon double bond എന്നാണ്, ഡബിൾ ബോണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, നോക്കിയോ. അതായത് ഇങ്ങനെ വരികയാണ്. അതായത് ഹാലജൻ ആറ്റം നോക്കിയോ, ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ ഇതിന് ചുറ്റിനും എല്ലാം സിംഗിൾ ബോണ്ടേ വരാവും. അത് ഒരു കാർബൺ ഡബിൾ ബോണ്ടിലാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ഇവരെ വിളിക്കുന്ന പേരാണ് അല്ലൈലിക് കോമ്പൗണ്ട്. അതായത് ശ്രദ്ധിച്ചോണം, ഹാലജൻ ആറ്റം ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഇതിൽ അറ്റാച്ച് ചെയ്താൽ അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി എല്ലാ ചുറ്റിനും എല്ലാം സിംഗിൾ ബോണ്ടാണ്. ആ sp3 ഹൈബ്രിഡൈസ്ഡ്, ഇവൻ sp3 ആണ്. ഈ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം നോക്കി, ഇവിടെ ഒരു കാർബൺ ഡബിൾ ബോണ്ട് അല്ലല്ലേ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലൈലിക് കോമ്പൗണ്ട്സ്. അപ്പം ബാക്കിയുള്ള ഹൈഡ്രജൻ ഇട്ട് ഫില്ല് ചെയ്യണം. ഇപ്പം ഈ കാർബണിൽ ഒരു H2 വരും, ഈ കാർബണിൽ ഒരു HA വരത്തുള്ളൂ, ഇവിടെ H2 വരും. അത് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്, sp3 ആണ് കാണിക്കാൻ മനസ്സിലാൻ വേണ്ടി. ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലൈലിക് കോമ്പൗണ്ട് എന്ന് പറയുക. സെറ്റാണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്ന് പറയണേ, മനസ്സിലായോ? മനസ്സിലായി സർ. വരച്ചോ? എഴുതിയെടുത്തോ രണ്ടുപേരും? ഓക്കെ. ഇതിന്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ്, ഇതിന്റെ ബി ക്വസ്റ്റ്യൻ അല്ല, സോറി, ഇതിന്റെ ബി, അതായത് ഓൾറെഡി നമ്മൾ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലൈലിക് ആണെങ്കിൽ രണ്ടാമത്തേത് ബെൻസൈലിക് ആയിരിക്കും. ബെൻസൈലിക് കോമ്പൗണ്ട്. ബെൻസൈലിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കോമ്പൗണ്ട്സ് ഇൻ വിച്ച് halogen atom attached to a sp3 hybridized carbon atom, sp3 hybridized carbon atom which is bonded to a benzene ring, അല്ലെങ്കിൽ which is attached to a benzene ring, which is അങ്ങനെ എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. which is attached to a benzene ring. അപ്പം അത് എന്താണെന്നുള്ള കാര്യം നോക്കിക്കോളൂ, അത് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിനെ ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ? ആണോ അഭിരാമേ? ഹാലജൻ അറ്റാച്ച് ചെയ്ത sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഇങ്ങനെയായിരിക്കുന്നത് അല്ലേ? ഇവനാണ് sp3 ഹൈബ്രിഡൈസ്ഡ്.
അത് ഒരു ബെൻസിൻ റിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ബെൻസിൻ റിങ് അറ്റാച്ച് ചെയ്താൽ മതി. കണ്ടോ, ഇതാണ് നമ്മുടെ ബെൻസൈൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇവനെ ബെൻസൈൽ ക്ലോറൈഡ് എന്നാണ് പറയുക. അപ്പം ജനറലി എഴുതുവാണെങ്കിൽ തന്നെ ഇങ്ങനെ എഴുതും നമ്മൾ. അതായത് ഒരു ബെൻസിൻ റിങ് വരച്ചിട്ട് ഇവിടെ ഒരു CH2Cl എഴുതും. CH2Cl എന്ന് എഴുതും. ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ ആണല്ലോ, ഇത്ര എഴുതിയല്ലോ. ഇനി അടുത്തത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ്റെ ബേസ്, അതുകൂടെയുള്ള ക്ലാസിഫിക്കേഷനകത്ത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുമ്പം ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് sp2 hybridized carbon atom on which halogen atom is attached. Halogen atom is attached. അതും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം എന്താണെന്ന് പറഞ്ഞു തരാം. അതായത് ഒരു കാർബണിൻ്റെ 4 വാലൻസിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒരു ഡബിൾ ബോണ്ട് ആണെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാർബണിന് ചുറ്റിനും അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ട് എങ്കിലും വരും. ഒരു കാർബണിന് ചുറ്റിനും ഒരു ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ നമുക്ക് കരുതിക്കുക അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡബിൾ ബോണ്ട് വരും, അപ്പുറത്തും ഇപ്പുറത്തും ഡബിൾ ബോണ്ട് വരാം അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ ബോണ്ടെങ്കിലും വരുവാണെങ്കിൽ അവൻ എന്തായിരിക്കും? അവൻ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്ന് എന്ന് പറയുന്നത് വീനൈലിക് ആണ്. വീനൈലിക് കോമ്പൗണ്ട് അല്ലെ വീനൈൽ കോമ്പൗണ്ട് എന്ന് വേണമെങ്കിൽ എഴുതാം. വീനൈൽ കോമ്പൗണ്ട് വീനൈൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ഹാലോജൻ ആറ്റം ഈസ് directly attached to sp2 hybridized carbon atom. sp2 hybridized carbon atom. അതായത് ഇങ്ങനെ വരും. അതായത് ഇപ്പോൾ ഒരു ക്ലോറിൻ വന്നു, അത് ഒരു കാർബണിൽ അറ്റാച്ച് ചെയ്തു. ഈ കാർബൺ ഉറപ്പായിട്ട് ഒരു sp2 ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ ഇവിടെ വരണം. അപ്പോൾ ഇവിടെ ഒരു കാർബൺ കാണണം ഇപ്പുറത്ത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു CH2 വരും. ഇവിടെ ഓൾറെഡി ഒരു H വന്നു. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ വീനൈൽ ക്ലോറൈഡാണ്. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര് വീനൈൽ ക്ലോറൈഡ്. അപ്പോൾ നോക്കി, ഹാലോജൻ ആറ്റം ഡയറക്റ്റ് ആയിട്ട് ഒരു കണ്ടോ, ഇത് sp2 ആണ്, കാരണം ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഡയറക്റ്റ് ആയിട്ട് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്താൽ അവനെ വീനൈൽ കോമ്പൗണ്ട് എന്ന് പറയും. അതേപോലെ തന്നെ അടുത്തത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൈൽ കോമ്പൗണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അറൈൽ ഓർ ഫീനൈൽ കോമ്പൗണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? അത് ഹാലജൻ ആറ്റം ഡയറക്റ്റ് ആയിട്ട് ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യുകയും ആ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ബെൻസീൻ റിങ്ങിൻ്റെ ഒരു കാർബൺ ആറ്റവുമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹാലജൻ ആറ്റം ഡയറക്റ്റ് ആയിട്ട് ഒരു ബെൻസീൻ റിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്താൽ അങ്ങനെ വേണേൽ പറയാം. അപ്പം ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ഹാലോജൻ ആറ്റം ഈസ് attached to sp3 hybridized carbon atom which is a part of
പാർട്ട് ഓഫ് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗ്. അപ്പോൾ നമുക്ക് സിംപിളി ഇങ്ങനെ എഴുതിയാൽ മതി, ഡയറക്റ്റ് ആയിട്ട് നോക്കിയോ. ഒരു ബെൻസീൻ റിംഗ്, കാരണം ബെൻസീൻ റിങ്ങിൻ്റെ എല്ലാ കാർബണും sp2 ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? നേരത്തെ ഞാൻ അതിൻ്റെ ഒരു സ്ട്രക്ചർ, ജനറൽ സ്ട്രക്ചർ സി 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 ഇങ്ങനെ വരച്ചായിരുന്നു. ഇതിൽ ഒരെണ്ണം സിംഗിൾ ബോണ്ട്, ഒരെണ്ണം ഡബിൾ ബോണ്ട്, ഒരെണ്ണം സിംഗിൾ ബോണ്ട്, ഒരെണ്ണം ഡബിൾ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട്, ഒരെണ്ണം ഡബിൾ ബോണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കാർബണിന് ചുറ്റിനും കണ്ടോ ഈ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഇവൻ sp2 ആണ്. ഈ കാർബണിന് ചുറ്റിനും കണ്ടോ ഈ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഇവനും sp2 ആണ്. ഈ കാർബണിന് ചുറ്റിനും തന്നെ ഈ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഇവനും sp2 ആണ്. ഈ കാർബണിൻ്റെ ഡബിൾ ബോണ്ട് ആണ് രണ്ടിൽ നിന്ന് ഉള്ളതുകൊണ്ട് അവനും sp2 ആണ്. ഈ കാർബണിൻ്റെ തന്നെ ഡബിൾ ബോണ്ട് ഇവനും ആയതുകൊണ്ട് അവനും sp2. ഈ കാർബണും തന്നെ ഈ ഒരു ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് sp2. കണ്ടോ എല്ലാം sp2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവച്ചാൽ പോരെ. ഈ ബെൻസീൻ റിങ്ങിലോട്ട് ഒരു ക്ലോറിൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ റിങ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ബെൻസീൻ റിങ്ങിൻ്റെ ഒരു കാർബൺ ആറ്റമാണ്. അപ്പോൾ ഇത് വരച്ചാൽ ക്ലോറോ ബെൻസീൻ എക്സാമ്പിൾ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? Yes, sir. എഴുതിയെടുത്തായിരുന്നോ അഭിരാമൊക്കെ? എഴുതിയെടുത്തായിരുന്നോ? Sir. ഓക്കെ, ഇതിൻ്റെ നോമൻക്ലേച്ചർ നമുക്ക് നോമൻക്ലേച്ചറും കൂടെ അങ്ങ് പറഞ്ഞുതരാം. നോമൻക്ലേച്ചറും കൂടെ അങ്ങ് പറയാം. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയായിരുന്നു. നമുക്ക് എല്ലാ ചാപ്റ്ററിനകത്തും ഈ പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ടെറിഷറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ, അതായത് എക്സ്ട്രാ ആയിട്ട് തരുന്ന ക്ലാസിഫിക്കേഷനാണ്. അതും കൂടെ ഒന്ന് നോക്കിയോ. അത് ജനറലായിട്ട് എ എന്ന് എഴുതുക, ബി എന്ന് എഴുതുക, സി അങ്ങനെ എഴുതിയാൽ മതി. ഇപ്പം ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം വേറെ ഒരു കാർബൺ ആറ്റത്തിൽ മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഈ കാർബൺ അറ്റാച്ച് ചെയ്ത രണ്ടും ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇവിടെ H3 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാർബൺ ആണ് നോക്കേണ്ടത്, ഈ കാർബൺ ആണ് നോക്കേണ്ടത്. അപ്പം ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത ഈ കാർബൺ ആറ്റം ഇപ്പോൾ ഈ ഒരു കാർബൺ ആറ്റവും മാറ്റേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ ഡയറക്റ്റ് ആയിട്ട്. ബാക്കി രണ്ട് ബോണ്ടും ഹൈഡ്രജൻ ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ പ്രൈമറി ഹാലോ ആൽക്കെയിൻ എന്ന് പറയും. പ്രൈമറി ഹാലോ ആൽക്കെയിൻ എന്ന് പറയും. ബി, രണ്ടാമത്തേത് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം വേറെ രണ്ട് കാർബണിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മൂന്നാമത്തെ ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ CH3 എന്ന് കൊടുക്കാം, ഇവിടെയും CH3 കണ്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവനെ നമുക്ക് സെക്കൻഡറി ഹാലോ ആൽക്കെയിൻ എന്ന് വിളിക്കാം. സെക്കൻഡറി ഹാലോ ആൽക്കെയിൻ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റം വേറെ മൂന്ന് കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 വരെ പറ്റുള്ളൂ. അപ്പം ഇവിടെ CH3 കണ്ടോ, ഇവിടെ CH3, ഇവരെ നമ്മൾ ടെറിഷറി ഹാലോ ആൽക്കെയിൻ എന്ന് പറയും. ഇതെല്ലാ ചാപ്റ്ററിനകത്ത് വരുമ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആൽക്കഹോൾ വന്നു കഴിഞ്ഞാൽ ഈ CL മാറിയിട്ട് അവിടെ OH വരും. അപ്പോഴും പ്രൈമറി ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ, ടെറിഷറി ആൽക്കഹോൾ. അമീൻസ് പഠിക്കുമ്പോഴും നമുക്ക് പഠിക്കാനുണ്ട്. ഈ CL മാറിയിട്ട് അവിടെ NH2 വരും. അപ്പോൾ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെറിഷറി അമീൻ. അപ്പോൾ എല്ലാത്തിനകത്തും സെക്കൻഡറി, പ്രൈമറി, ടെറിഷറി ഗ്രൂപ്പിനെ പറ്റി പഠിക്കാറുണ്ട്. അത് പ്രത്യേകം ഓർത്തോണം. ടെറിഷറി ഹാലോ. ഓക്കെ ആണല്ലോ.
അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് നമുക്കിങ്ങനെ നോമൻക്ലേച്ചർ കുറച്ച് ഏറെയുണ്ട്, അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇത് ഓക്കെ ആണോ? ഇത്രയും പഠിപ്പിച്ചത് ഓക്കെ ആണോ? രണ്ടുപേർക്കും ഓക്കെ?